ഷാനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞെങ്കിലും ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, നമുക്ക് ഡിന്നറായിട്ടും കഴിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ദോശയാണ്, ടൊമാറ്റോ ദോശയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനലായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ടൊമാറ്റോ ദോശ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ടൊമാറ്റോയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ടൊമാറ്റോ ആണ്. ഇതിനകത്തു നിന്ന് 2 ടൊമാറ്റോ നമുക്ക് ദോശയ്ക്ക് വേണ്ടി എടുക്കാം. ബാക്കി 2 ടൊമാറ്റോ വെച്ചിട്ട് നമുക്ക് ഇതിന് ചമ്മന്തിയൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പം നല്ല പഴുത്ത നല്ല ടൊമാറ്റോ വേണം ഇതിനെടുക്കാനായിട്ട്. നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് പേസ്റ്റാക്കി എടുക്കണം ആദ്യം. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 റെഡ് ചില്ലി 2 എടുത്തിട്ടുള്ളൂ, ഇതിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം, വെള്ളമൊന്നും ചേർക്കാതെ നല്ലൊരു പേസ്റ്റാക്കി എടുക്കാം. ഞാൻ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതുപോലെ ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അടുത്തത് ഇതിലേക്കൊരു 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്കൊരു 1/4 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലിയും കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ഉപയോഗിക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ. എനിക്കിവിടെ കുരുമുളക് പൊടി ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇടാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടയൊന്നും ഇല്ലാതെ നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പം നമുക്ക് അറിയാലോ, റവയൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കും. അപ്പം ഇതൊന്ന് ഒരു 20 മിനിറ്റ് മാറ്റി വെച്ച് കഴിയുമ്പം പിന്നെ നമുക്ക് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് ദോശയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു 20 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതൊന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ചട്നി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂണൊക്കെ മതി. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കാം. സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഒന്ന് ജസ്റ്റ് ഒന്നൊരു മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം.
ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടി. നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതിടുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക. പിന്നെ 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർക്കുക. ഇത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ. നമുക്കിതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ ടൊമാറ്റോ ആണ് എടുത്തിരുന്നത്. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെന്ത ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞി വരണം. നമുക്കൊന്ന് മൂടി വയ്ക്കാം. അതൊന്നാവുന്ന സമയങ്ങളിൽ നമുക്കിവിടെ കുറച്ച് തേങ്ങാ ചമ്മന്തി കൂടി തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. വലിയ പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ എടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ചട്നിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ആളുടെ എണ്ണം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതുപോലെ നന്നായി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് കടുക് വറുക്കാം, അല്ലെങ്കിൽ കടുക് വറുക്കാതെ അതിൽ ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. നമുക്ക് നമ്മുടെ തക്കാളി ചട്നി എന്തായാലും നോക്കാം. ഇവിടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടങ്ങി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക. ഇതൊന്നും കൂടി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. അപ്പോൾ അതാണ് നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ ചട്നി 2 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങണം. നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചാൽ 20 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റ് ഒന്നും വേണ്ട. അതിന് മുമ്പേ നമുക്ക് ഈ 2 ചട്നിയും തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ദോശയുടെ ബാറ്റർ ഒന്ന് നോക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം ഈ ദോശയുടെ ബാറ്റർ എന്ന് വെച്ചാൽ നല്ലൊരു വാട്ടർ കൺസിസ്റ്റൻസിയിൽ ഇരിക്കണം. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാകുമല്ലോ അതുപോലെ ഇതേ രീതിയിൽ ഇരുന്നാലാണ് ഇത് കറക്റ്റ് ആവത്തുള്ളൂ. പിന്നെ ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ദോശയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതുപോലെ ഒരു തവി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതാ ഇങ്ങനെ വരും. ഇതിൻ്റെ ഹോൾസ് ഒന്നും ഫില്ല് ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ തന്നെ ഇരിക്കണം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഈ ദോശ ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഒന്ന് എടുക്കാം. അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഇതേപോലെ ഇങ്ങനെ പൊക്കി കൊടുക്കുക. പതുക്കെ സാവധാനം വേണം ഇത് ഇതിനകത്തുനിന്ന് എടുക്കാനായിട്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നന്നായിട്ട് ക്രിസ്പി ആയതിനു ശേഷം മാത്രമേ നമ്മളിത് പാനിൽ നിന്ന് എടുക്കാൻ
റെഡിയാക്കി എടുക്കാം. അതിനുശേഷം എടുക്കാമുള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു വട്ടം നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഗ്രീൻ ചില്ലി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിനടുത്ത് മാറ്റി കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഗ്രീൻ ചില്ലി ഒഴിവാക്കുക. അതാ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇത്. ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കാം.